ദൈവനാമത്തിൽപ്പെടുത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16:17-18 ഇങ്ങനെ വായിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ആ ദൈവവൈതലേ, കർത്താവിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമെന്ന്. അതെ, യേശുവിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാണോ? പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാണോ? അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളിൽ കൂടെ നടക്കുമെന്നാണ് കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നത്. അതെ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ, അപ്പോസ്തലിക കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ കൂടി നടന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആമേൻ, സ്തോത്രം. അത് അപ്പോസ്തലിക് എറയിൽ മാത്രം നടന്ന കാര്യമല്ല. വിശ്വസിക്കുന്നവരാൽ, ആമേൻ, സ്തോത്രം, ആ കാലഘട്ടത്തിൽ നടന്നത് ഈ കാലഘട്ടത്തിലും നടക്കും. ആമേൻ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? അതിലും ഉപരിയായ അത്ഭുതങ്ങൾ, വിടുതലുകൾ നിങ്ങളുടെ കരത്തിൽ കൂടി നടക്കുമെന്ന് വിശ്വാസമുണ്ടോ? ആമേൻ, സ്തോത്രം. വിശ്വസിക്കുന്നവരാലാ ഇന്ന് പകലിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത്. അതല്ലാതെ അവിശ്വസിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിന് ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ആമേൻ, സ്തോത്രം. നമ്മൾക്ക് വേണ്ടത് വിശ്വാസമാണ്. ആമേൻ, സ്തോത്രം. അതെ, ഇന്ന് തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വലിയ വിഷയമായിക്കോട്ടെ, സ്വർഗത്തിലെ ദൈവത്തിലാണോ ആശ്രയിച്ചിരിക്കുന്നത്, നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുമെന്ന്. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ കണ്ണുകൾ കൂടി, നിങ്ങളുടെ കാതുകളിൽ കൂടി, നിങ്ങളുടെ ശബ്ദത്തിൽ കൂടി, അതെ, നിങ്ങളുടെ നാവിൽ കൂടി അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരിൽ കൂടി എന്തെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മൾ ഈ തിരുവചനത്തിൽ കൂടി വായിച്ചു കേട്ടിട്ടുണ്ട്. അതേ അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ അതിനും അപ്പുറമായത് വിശ്വസിക്കുന്നവരാൽ എന്നിൽ കൂടി, നിങ്ങളിൽ കൂടി നടക്കുവാൻ പോകുന്നു. നിങ്ങളുടെ കരത്തിൽ കൂടി രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ, അവരുടെ മേൽ കൈവെക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ രോഗികളുടെ മേൽ നിങ്ങൾ കരം വെക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയ ഹീലിംഗുകൾ സംഭവിക്കുവാൻ പോകുന്നു. ഭൂതഗ്രസ്തർ സൗഖ്യമാകുവാൻ പോകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ചെറിയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്മേൽ വിശ്വാസം വർദ്ധിക്കട്ടെ. എന്റെ യേശുവിന്റെ നാമത്തിൽ അവർ രോഗികളെ സൗഖ്യമാകട്ടെ, അവർ ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കട്ടെ, അവർ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ. അവരുടെ കരത്തിൽ കൂടി അപ്പച്ചൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ ഇന്ന് പകലിൽ അവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും സ്വർഗത്തിനതയും അവരെ ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകലമാനവും മഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാലേ ഇവരെന്തെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.